ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അബീസ് വേൾഡ്. ആടുജീവിതം, യാ മോനെ, കിടിലൻ പടം. മലയാളത്തിൽ ഇങ്ങനൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടാവില്ല. 12 വർഷത്തെ കാത്തിരിപ്പാണ് ഒരു ഡയറക്ടറിന്റെ. അയാൾ അത്ര കാലം പ്ലാൻ ചെയ്തെടുത്തൊരു സിനിമ, അതിന്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ ഞാനിന്ന് കണ്ടു. വേറെ ലെവല് സിനിമ. ബ്ലസി എന്ന ഡയറക്ടർ, മലയാളത്തിന് ഒരു രാജമൗലി എന്ന് വേണമെങ്കിൽ പറയാം. അമ്മാരി ക്രിയേഷൻ. ഞാൻ സത്യം പറഞ്ഞാൽ അമ്പരന്ന് പോയി. സിനിമോട്ടോഗ്രാഫി, മ്യൂസിക്, എന്താ പറയുക, ആക്ടിങ്, എല്ലാം കൊണ്ടും മികച്ചൊരു സിനിമ. ആ ഒരു നോവലിനോട് 100% നീതി പുലർത്തിയെടുത്തൊരു സിനിമ. സൂപ്പർ പടം. 6 വർഷം ഇവരെന്തിന് ഈ സിനിമയ്ക്ക് ഇത്ര ടൈം എടുത്തു? കൊറോണ കാലത്ത് കുറച്ച് പ്രശ്നം വന്നത്, എന്നാലും 6 വർഷം ടൈം എടുത്തെടുക്കേണ്ട ഒരു സിനിമ ഉണ്ടോ ഇതൊന്ന് ആലോചിച്ചു പോയി. പക്ഷെ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആ ഡൗട്ടെല്ലാം മാറിക്കിട്ടി. വേറെ ലെവൽ. ബ്ലസി, അയ്യോ, എനിക്ക് പറയാൻ വാക്കുകളില്ല പുള്ളിക്കാരനെ കുറിച്ച്. ഇത്ര നല്ലൊരു ഡയറക്ടർ കേരളത്തിൽ, അയ്യോ, ഇനിയും പുള്ളിക്കാരൻ നിറയെ സിനിമ ചെയ്യണം. ഇങ്ങനെ ഗ്യാപ്പ് എടുത്ത് ഒരുപാട് വർഷങ്ങൾ എടുത്ത് ചെയ്യാൻ പാടില്ല, സിനിമകൾ നിറയെ ചെയ്യണം. വേറെ ലെവലാണ് പുള്ളിക്കാരന്റെ വർക്ക് എന്തായാലും. പക്ഷെ ഇതിന് മുന്നുള്ള സിനിമകൾ പോലെ തന്നെ ഒരു പ്രാവശ്യം നമുക്ക് ആ സിനിമ കാണാൻ പറ്റുള്ളൂ. കാരണം ആ സിനിമ നമുക്ക് അതിലൂടെ തരുന്ന വേദന അത്ര, എന്താ പറയുക, നമുക്ക് തരുന്ന ഇമോഷൻസ് അത്ര വലുതായിരിക്കും. നമുക്കിത് രണ്ടാമത്തെ പ്രാവശ്യം കണ്ടിരിക്കാനുള്ള ഒരു ശക്തി ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ക്രിയേഷനാണ് അത്. സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. പാൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇതൊരു പാൻ വേൾഡ് ആയിട്ടാണ് ഗൈസ്. തിയേറ്റർ വാച്ചാണ്, മസ്റ്റ് വാച്ചാണ്. പിന്നെ പൃഥ്വിരാജ്, അയ്യോ, പുള്ളിക്കാരൻ അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാലം മുമ്പൊക്കെ കുറച്ച് പേര് കളിയാക്കും ട്രോളിയൊക്കെ ചെയ്തപ്പെട്ടൊരു നടനാണ്. പക്ഷെ ഇന്ന് പൃഥ്വിരാജ് എത്തി നിൽക്കുന്ന ഹൈറ്റിൽ ഈ ഒരു ക്യാരക്ടർ മലയാളം സിനിമയിൽ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി പൃഥ്വിരാജ് പറയുന്നുണ്ട് ഇന്റർവ്യൂവിൽ, നിങ്ങൾ ഈ പോസ്റ്ററൊക്കെ കണ്ടിട്ട് എന്റെ ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ വിലയിരുത്തണ്ട. ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇതിലൊരു ട്രാൻസ്ഫോർമേഷൻ സീന് വരും, അത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ശരിയാണ്, ഇതിലൊരു ന്യൂഡിറ്റി സീനുണ്ട്, പുള്ളിക്കാരന്റെ ദേഹം മൊത്തം കാണിക്കുന്ന ഒരു സീനുണ്ട്. അത് നിങ്ങൾ കാണുമ്പോൾ നമ്മൾക്കറിയാതെ കണ്ണിലൂടെ നിറഞ്ഞു പോകും. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് പൃഥ്വിരാജ് മാത്രമല്ല, കൂടെ അഭിനയിച്ചൊരു പയ്യനാണെങ്കിലും, ഒരു എന്താ പറയുക, പിന്നെ ഒരു ആഫ്രിക്കക്കാരനുണ്ട്. ഇവരെല്ലാം ആണെങ്കിലും ആ ഒരു എന്താ പറയുക, എക്സ്ട്രീം വെതറുള്ളൊരു ടെറൈനിലാണ് ഈ സിനിമ ഫുള്ള് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതത്ര ഈസി അല്ല. നമ്മൾ ഈ വേനൽക്കാലത്ത് നമ്മുടെ നാട്ടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ ചൂടെന്ന് പറയുന്നത്, നമ്മൾ ഇവർ ഈ ഒരു സിനിമ മൊത്തം ആ ഒരു എക്സ്ട്രീം വെതർ കണ്ടീഷനിലാണ് പോയിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അതിന് ഹാറ്റ്സ് ഓഫ് പൃഥ്വിരാജ് ആൻഡ് ഇതിൽ ആക്ട് ചെയ്ത എല്ലാവർക്കും. കാരണം അത്രത്തോളം ബോഡിയിലൊരു എന്താ പറയുക, ബോഡിനെ അത്രത്തോളം കഷ്ടപ്പെടുത്തി തളർത്തിയാണ് അവർ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതെന്തായാലും അവര് വേറെ ആർക്കും ഇത് ചെയ്യാൻ പറ്റില്ല. ഒരു നാഷണൽ അവാർഡൊക്കെ കൺഫേം ആണ്. ഇത് ഈ സിനിമയ്ക്ക് കൊടുത്തില്ലെങ്കിൽ പിന്നെ അതിനെയൊക്കെ വെറുതെ, അതൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുന്ന പോലത്തെ സംഭവമാണ്. അതുപോലെ തന്നെ ഇതിൽ മ്യൂസിക്കിലോട്ട് വരുമ്പോൾ എ ആർ റഹ്മാൻ, ഓ പൊളി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ഒരു ആപ്റ്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അത് വളരെ സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ പെരിയോനെ റഹ്മാനെ എന്ന് പറയുന്ന പാട്ടൊക്കെ തിയേറ്ററിൽ തരുന്ന ഫീല് വേറെയാണ്, വേറെ ലെവലാണ്. നമ്മളെ ഈ സിനിമ കരയിപ്പിക്കലേ, നമ്മൾ ഒരുപാട് തിങ്ക് ചെയ്യിപ്പിക്കും. കാരണം നമ്മൾ ഇത്രത്തോളം കഷ്ടപ്പെടുന്ന മനുഷ്യർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. എത്ര പേര് ദുബായിൽ പോയിട്ടൊക്കെ ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ അതിജീവിച്ച് വന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ മരണപ്പെട്ടവരുണ്ടെങ്കിൽ, നമുക്ക് നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു കഷ്ടപ്പാടുകളൊന്നും കഷ്ടപ്പാടല്ലാത്തതുപോലെ തോന്നും. അപ്പൊ ഈ സിനിമയിൽ കൂടുതലും അറബി യൂസ് ചെയ്യുന്നുണ്ട്. അറബി യൂസ് ചെയ്യുന്ന എല്ലായിടത്തും സബ് ടൈറ്റിൽസ് ഇരുന്നില്ല. അതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ആ ഒരു ഭാഷ, ആ ഒരു ക്യാരക്ടർ, ആ ഭാഷ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പല സീൻസിലും സബ് ടൈറ്റിൽസ് ഇല്ല. എന്നാൽ ഈ അറബികൾ തമ്മിൽ സംസാരിക്കുന്നവിടെ സബ് ടൈറ്റിൽസ് ഉണ്ട്. എന്നാൽ പൃഥ്വിരാജ് കൺവേ ചെയ്ത് കൊടുക്കുന്നതിലൊന്നും സബ് ടൈറ്റിൽസ് ഇല്ല. അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഭാഷ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. അത് അറിയാത്തത് കാരണം ആ മനുഷ്യൻ എത്രത്തോളം കഷ്ടപ്പെടുന്നുള്ളതൊക്കെ ബ്ലസി ഇതിൽ ക്ലിയർ ആയിട്ട് നമുക്ക് ക്യാപ്ചർ ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു മാസ്റ്റർ മൈൻഡ് ആണ് അത് ആ ഡയറക്ടറുടെ. അതുപോലെ തന്നെ ഇതില് അറബിക് ക്യാരക്ടേഴ്സ് കുറെ പേര്, അവിടുത്തെ അറബികൾ കുറെ പേര് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ലപോലെ തന്നെ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവർ പറഞ്ഞതുപോലെ ആടുകളെ വെച്ചിട്ടുള്ള സംഭവങ്ങളായിക്കോട്ടെ, പാമ്പിനെ വെച്ചിട്ടൊരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ റിയൽ ആയിട്ട്, കുറച്ച് പാമ്പുകളൊക്കെ റിയൽ ആയിട്ട് തന്നെ ഇവർ ചെയ്തിരിക്കുകയാണ്. അതും സൂപ്പർ ആയിട്ടുണ്ട്. VFX, മലയാളത്തിൽ ഇന്ന് വരെ ഇത്ര നല്ലൊരു VFX വന്നിട്ടുണ്ടാവുമെന്ന് അറിയില്ല. മിന്നൽ മുരളിയൊക്കെയാണ് നമ്മൾ കണ്ടത്, അതെല്ലാം കിടിലനായിരുന്നു. അതുപോലെ തന്നെ ഇതിലും നല്ല കിടിലൻ VFX വർക്കാണ് ഗൈസ്. പിന്നെ ഇതിന്റെ സിനിമോട്ടോഗ്രാഫി ഗൈസ്, ഡ്യൂണ് കണ്ടപ്പോൾ എനിക്ക് ആ മരുഭൂമിയുടെ ഭംഗി അവരെങ്ങനെ പകർത്തി വെച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഇതില് അവര് ചെയ്തു വെച്ചിട്ടുണ്ട്. ആ മരുഭൂമിയൊക്കെ ക്യാപ്ചർ ചെയ്ത് അത്ര ബ്യൂട്ടിഫുൾ ആണ്. സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ അമ്പരന്ന് പോലും, ഇങ്ങനെ ഒരു മേക്കിംഗ് മലയാള സിനിമയാണോ ഇത് ചെയ്തിരിക്കുന്നത്? കാരണം ഇന്ത്യയിൽ ഇതുപോലൊരു സിനിമോട്ടോഗ്രാഫി ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ മികച്ചൊരു സിനിമോട്ടോഗ്രാഫിയാണ് അത്. നമുക്ക് ഓരോ പിക്ചറൈസേഷനും നമ്മളിങ്ങനെ തിയേറ്ററിൽ അമ്പരന്ന് കണ്ടുപോകും.
അമ്മാരി ക്രിയേഷൻ. എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അയ്യോ പറയാൻ വാക്കുകളില്ല. കിടിലം പടം, ഒരു രക്ഷയില്ലാത്ത സിനിമ, തിയേറ്ററിൽ തന്നെ കാണണം. പിന്നെ ഇതിൽ റിയൽ ആയിട്ടുള്ള നജീബ് എന്ന ക്യാരക്ടർ, ആ ചേട്ടൻ, ഇവരൊക്കെ ഇത് ഭയങ്കര എന്താ പറയുക, സെക്യൂരിറ്റിയും പിന്നെ ഡയറ്റേഷനൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ മെലിഞ്ഞ് ബോഡിയൊക്കെ ആക്കി ഇത്ര കഷ്ടപ്പെട്ട് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതിലും ഒരു എഫേർട്ട് ഉണ്ട്. അപ്പൊ റിയൽ ആയിട്ട് അനുഭവിച്ച ആ ചേട്ടൻ എത്രത്തോളം ക്രൂരത അനുഭവിച്ചിട്ടുണ്ടാവും. അയ്യോ അതൊക്കെ ആലോചിക്കുമ്പോൾ അറിയാതെ കണ്ണിന്ന് വെള്ളം വന്നു പോകുന്നു. അതുപോലെ തന്നെ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാൻ നിങ്ങൾ ഉറപ്പായും പറയാം, ക്ലൈമാക്സിൽ നിങ്ങളൊരു കയ്യടി ഈ സിനിമയുടെ ക്രിയേറ്റേഴ്സിന് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടാവും. ഒരു സിനിമയ്ക്ക് സോളോടെ ആ സിനിമനെ അത്ര സ്നേഹിച്ച് വർക്ക് ചെയ്താൽ അതിന്റെ ഔട്ട്പുട്ട് തിയേറ്ററിൽ കാണും എന്നതിനൊരു വലിയ എക്സാമ്പിളാണ് ബ്ലസ്സിയുടെ ആടുജീവിതം ദ ഗോഡ് ലൈഫ്. എന്നാലും വലിയൊരു അപ്ലോസ്, ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെടും, വൻ ഹിറ്റായിരിക്കും. നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, ഓരോ മലയാളിക്കും അഭിമാനിക്കാം ഈ സിനിമ കണ്ടിട്ട്. അത്ര നല്ല സിനിമ, തിയേറ്ററിൽ തന്നെ എല്ലാവരും മിസ് ചെയ്യാതെ കാണുക. നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ആടുജീവിതം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ബൈ.